ഹലോ. അപ്പോൾ ഇന്നിപ്പോൾ റെഡിയായി പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ വരെയില്ലേ, അപ്പോൾ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാനായിട്ടാണ്. മക്കളും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. പർച്ചേസിങ് കുറച്ച് നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചു, കാരണം എക്സാമൊക്കെ ആയി. അപ്പോൾ ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നേരത്തെ ആകാം എന്ന്. അപ്പോൾ ഏതിനും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്നും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പം എല്ലാവരും വായോ, നമുക്ക് ഇന്നത്തെ ഒരു പർച്ചേസിങ് വ്ളോഗ് കാണാം. അതുമല്ല, ഇതെൻ്റെ കുറേ ഷോർട്സൊക്കെ ഇട്ടതിന് ശേഷമുള്ള ഒരു വീഡിയോയാണ്, വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇതായി ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊക്കെ മക്കളുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആക്റ്റീവയിലാണ് പോകുന്നത്. ഇവിടെ നേരെ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ആരെയും അവിടെ കണ്ടില്ല, എല്ലാവരും പുറകുവശത്താണ്. ഉമ്മ നിസ്കരിക്കാനായിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ മക്കളെ രണ്ടുപേരും ഇവിടെ ആക്കി അവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് സ്കൂളിൽ പോകണം, ഒന്ന് ബാങ്കിൽ പോകണം. അതൊന്നും ഞാൻ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പോകുന്നത് ആക്റ്റീവയിലാണേ. അങ്ങനെ എല്ലായിടത്തൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അത് ഞാനും മക്കളൊക്കെ ആയിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നിന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലാണ് പോകുന്നത്. എല്ലാവരും കാറ്റേ കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. അതിൻ്റെ വേനൽക്കാലവും നോമ്പൊക്കെയാണ്. അങ്ങനെ ഒരാൾ ഹായ് വരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ തോന്നുന്നു ഒരു യോഗം അവിടെ നടക്കുന്നുണ്ട്. അത് കാരണം നല്ല ബ്ലോക്കായിരുന്നേ. അങ്ങനെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ബ്ലോക്കായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. രണ്ടുപേരും പെട്ടെന്ന് കയറി പോവുകയാണ്. എന്തൊക്കെയോ വേണ്ടി ബ്ലൂ ഡ്രസ്സ് ഇട്ട ആളിനെ ശ്രദ്ധിച്ചോ, ഇനി കാണുന്ന ഫേസ് ഇതായിരിക്കത്തില്ല. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. മക്കളെ ഡ്രസ്സിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണേ. അപ്പോൾ ഇവിടെ ഒരാൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, അതത്ര പോരാ എന്ന് പറയുമ്പോൾ തിരിച്ചങ്ങ് ഇടുന്നുണ്ട്. ആൾക്കത് കറക്റ്റ് അല്ല, അതാണ് സത്യം. ഇവിടെ ഒരാളുടെ ഫേസ് ഓൾറെഡി മാറി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പിണങ്ങി നിൽക്കുകയാണ്. എന്തോ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടുണ്ട്, പക്ഷേ വലിയ പിണക്കമായി. ആ ദിവസം എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. ഡ്രസ്സ് ഞാൻ ഇടണ്ട, ഉമ്മാമ ഇട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനിട്ട് കൊടുക്കുന്നത്. എന്നിട്ടും അങ്ങോട്ട് എന്നെ കണ്ടപ്പോൾ തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ട്, നിന്ന് കരയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ പോയി എടുക്കുന്നുണ്ട്. അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ്, ആരും ഒന്നും പറഞ്ഞൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു ഫ്രോക്കാണ്, ഒരു നെറ്റിൻ്റെ ഫ്രോക്കാണ് വേണ്ടത്. ഒരു ഫ്രോക്കിൻ്റെ പേരിലാണ് എൻ്റെ മോളി കറങ്ങി നടക്കുന്നത്. അങ്ങനെ കുറേയൊക്കെ നോക്കി വെച്ചൊക്കെ നോക്കി, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് ആറ്റിങ്ങ വരെ പോകണം. നമ്മുടെ PSC ബുള്ളറ്റിൻ ഇവിടെ കിട്ടും, ഈ ഒരു കോസ്മോസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് GPay ചെയ്താൽ മതി, ക്യാഷ് ചില്ലറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോകണം, കാരണം സന്ധ്യയായി. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണും വരെ.